നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് അതിൻ്റെ മുകളിലൊരു 11 kV ലൈൻ പൊട്ടി വീണു. പിന്നെ അയാൾ അതിൻ്റെ അകത്തിരിക്കുകയാണ്. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അകത്തിരിക്കുന്നത് സേഫാണോ? അയാൾ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും പറ്റുമോ? പുറത്തിറങ്ങുന്ന ആൾ അവിടുന്ന് ദൂരോട്ട് നടന്നു പോകുന്നത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട സെമിനാർ അവതാരകൻ ശ്രീ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, മറ്റ് EWSCESൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇലക്ട്രിക്കൽ വർക്കേഴ്സ് SCESൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള സെമിനാറാണ് നമ്മൾ ഉച്ചയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. സെമിനാർ അവതരിപ്പിക്കുന്നത് ജെയിംസ് കുട്ടി സാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ, അത് യൂട്യൂബിലും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്ക് വളരെ കൃത്യമായി അതിന് നിവാരണം നടത്തി തരുന്ന ഒരാളാണ് ജെയിംസ് കുട്ടി തോമസ് സാറ്. ഇന്നത്തെ സെമിനാറിൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേജറായിട്ടുള്ള ഒരു കാര്യമാണ്. വൈദ്യുതി വിതരണത്തിൽ ഭൂമിയുടെ പങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ എർത്തിങ് എങ്ങനെ പ്രോപ്പറായി ചെയ്യും, ആ എർത്തിങ്ങും കൊണ്ട് എങ്ങനെ നമുക്ക് സുരക്ഷ ഉറപ്പാക്കാം, ഈ കാര്യങ്ങളിലൊക്കെ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് കൃത്യമായ ഒരു ക്ലാസ് സാറിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അത് മുമ്പ് പറഞ്ഞ പോലെ, സ്വാഗത പ്രസംഗകൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാണ്ട് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഇത് ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ പകുതി മുറിച്ചിട്ട് പൈപ്പ് കുഴിച്ചിരിക്കുന്ന ഏർപ്പാടും അങ്ങനെയൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ എങ്ങനെ ചെയ്യണം, അതായത് ആൾക്കാരങ്ങനെ പറയുമ്പം അതുകൊണ്ട് എന്ത് അപകടം ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കൺസ്യൂമേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. അതിന് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് പറഞ്ഞുകൊണ്ട് ഇത് സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സമയമാണ്. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. പക്ഷെ ദയവ് ചെയ്ത് അങ്ങനെ ഉറങ്ങരുത്. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാം വൈദ്യുതി മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എർത്തിങ്ങുമായി ബന്ധപ്പെട്ട് എന്തിനാണ് എർത്ത് ചെയ്യുന്നത്? പക്ഷേ ഒരു കാര്യം, നമ്മളിപ്പോൾ മാഡം പറഞ്ഞത് എർത്തിങ്ങിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ വിശദമായിട്ടൊന്നും ഞാൻ പറയത്തില്ല. നാളെ സാബു സാറ് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അതായത് 2.5 മീറ്റർ താഴ്ചയിൽ പൈപ്പ് ഇടുന്ന കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഏതൊക്കെ കെമിക്കൽ ഉപയോഗിക്കുമെന്നും അല്ലെങ്കിൽ ഉപ്പ് വേണോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നമ്മളെ ഒരു കഥാപ്രസംഗം പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന പോലെയോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിൽ ഉള്ള ഒരു വിഷയമാണ് എർത്തിങ്ങിൻ്റെ പ്രാധാന്യം. നമുക്ക് ഈ വൈദ്യുതി വിതരണത്തിൽ എർത്തിങ് ഇല്ലാതെ ചെയ്താൽ പോരെയോ, എന്തിനാണ് എർത്ത് ചെയ്യുന്നത്? അതിൻ്റെ ആ വിഷയത്തിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കുവാനായിട്ട് ഞാൻ മറുപടി ഇപ്പോൾ പറയത്തില്ല, എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. നമ്മളൊരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പലർക്കും അറിയാവുന്ന ചോദ്യമാണ്. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ മുകളിൽ ഒരു 11 kV സപ്ലൈ പൊട്ടി വീണു. നമ്മൾ വണ്ടി നിർത്തി കാറിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുമോ? അകത്തിരുന്നാൽ നമ്മൾ സേഫാണോ? എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെടേണ്ടത്? ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ്. നമ്മളൊരു വീട്ടിൽ ഒരു SPD, നമ്മളെല്ലാം SPD ഒക്കെ കൂടുതൽ അറിയത്തില്ലെങ്കിലും SPD ഒക്കെ കണക്ട് ചെയ്തവരൊക്കെ ഈ കൂട്ടത്തിൽ കാണും. SPD-യുടെ ഒരു എർത്ത് ഇവിടെ അടിച്ചു, ബാക്കി വയറിങ്ങിൻ്റെ ഒരു എർത്ത് അവിടെ അടിച്ചു. ഇത് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാമോ? ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ എർത്തിങ്ങിൻ്റെ IS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3043/2018 എന്ന് പറയുന്ന IS നമ്മുടെ BIS-ൻ്റെ സൈറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാം. അത് ഓരോ പേജും ഭയങ്കര വലിയ വലിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈവൻ ഞാൻ വായിച്ചാൽ പോലും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അത്രയും ഡീപ്പായിട്ട് വായിച്ചിട്ടുമില്ല. കാരണം അത്രയും ഡീപ്പായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു ടോപ്പിക്കും എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിൽ സെൻസിറ്റീവായിട്ടുള്ളൊരു ഭാഗം. ഇടത്ത് സൈഡിൽ നമ്മൾ തമാശയ്ക്ക് നമ്മൾ പറയാറുണ്ട്, വയർമാന്മാരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇടത്തെ കൈ പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനാണ്?
ഇടത്തേ കൈ പോക്കറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ആ ഇടത് സൈഡിൽ കൂടെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഹൃദയത്തിലൂടെ കറണ്ട് പോകരുത്. അതിനുള്ളൊരു സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കൈയിനെ സേഫാക്കി നിർത്തുന്നത്. ഇതൊക്കെ നമ്മുടെ വൈദ്യുതി സുരക്ഷയുടെ ബേസിക് കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ തന്നിരിക്കുന്ന വിഷയം ഇതൊന്നുമല്ല. വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. വൈദ്യുതി എന്താണെന്നറിയാം. വൈദ്യുതിയും വെള്ളവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വെള്ളം ഒഴുകുന്നത് പോലെയാണ് വൈദ്യുതി ഒഴുകുന്നത്. വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നത് പോലെയാണ് വൈദ്യുതി മുകളിൽ നിന്നും താഴോട്ട് ഒഴുകുന്നത്. ഇതൊക്കെ നമ്മുടെ വൈദ്യുതി സുരക്ഷയുടെ ബേസിക് കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ദയവ് ചെയ്ത് ആരും ഉറങ്ങരുത്. ഉറങ്ങുന്നവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. അത്രയും നിങ്ങൾ ഉറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും, അത് ഉറപ്പാണ്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈവൻ എൻ്റെ ഫീൽഡിൽ ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിരുന്നു. സർവീസിൽ ഇരിക്കുമ്പോഴും ഇപ്പോഴും പല സംശയങ്ങളും നമ്മൾ ആരുടെ അടുത്ത് ചോദിക്കും, ആര് ക്ലിയർ റിപ്ലൈ തരും? ഭയങ്കര സംശയമാണ്. ഒരു ക്ലാരിറ്റിയിൽ ഒരു മറുപടി തരാനായിട്ട് പലർക്കും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ വിഷയത്തിലുണ്ട്. അതിൽ പലതിനും ഞാൻ മറുപടി പറയുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വൈദ്യുതി വിതരണത്തിൽ ഭൂമിയുടെ പങ്ക്, ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കാണിച്ചിരിക്കുക. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ തരുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അതിൻ്റെ വൈൻഡിങ് ഇങ്ങനെ ഇരിക്കും. അതിന് പ്രൈമറി കാണും, സെക്കൻഡറി കാണും. പ്രൈമറി ഡെൽറ്റ കണക്റ്റഡ് ആണ്. പ്രൈമറിയിൽ 11 kV കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ നമുക്ക് LT സപ്ലൈ കിട്ടും. 433 വോൾട്ട് കിട്ടും. അതിൻ്റെ നടുക്കുള്ള പോയിന്റിനെ സ്റ്റാർ പോയിന്റ് എന്ന് പറയും. ആ സ്റ്റാർ പോയിന്റിനെയാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. അതിനെ നമ്മൾ ന്യൂട്രലായിട്ട് പുറത്തെടുക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഫേസ് ഉണ്ട്, ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്, ന്യൂട്രലുണ്ട്. ആ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനം കിട്ടുന്നത്? ഒന്ന്, കറക്റ്റായിട്ട് 230 വോൾട്ട് നമുക്ക് കിട്ടും. അതൊരു എർത്ത് പോയിൻ്റാണ്. എർത്ത് പോയിൻ്റ് ആകുമ്പോൾ നമ്മുടെ RCCB ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, RCCB വെച്ചിരിക്കുന്ന സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷോക്ക് അടിക്കുന്ന കറണ്ടിനെ ഭൂമിയിലൂടെ തിരിച്ച് ഈ ന്യൂട്രലിൽ എത്തിക്കണം. അങ്ങനെ ചില പ്രയോജനങ്ങളും ഈ ന്യൂട്രൽ എർത്ത് ചെയ്യുന്നത് കൊണ്ടുണ്ട്. അപ്പം ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്, നമ്മളെ ഷോക്ക് അടിപ്പിക്കുന്നതിന് കാരണം എന്താ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിവിടെ തൊടുമ്പോൾ ഇവിടെ സപ്ലൈ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ തൊടുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഷോക്ക് അടിക്കുന്നത്? ഞാൻ ചെരുപ്പിന് പകരം നല്ലൊരു ഷൂസ് അല്ലെങ്കിൽ നല്ലൊരു റെസിസ്റ്റീവ് പാത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഷോക്ക് അടിക്കത്തില്ല, ഉറപ്പല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെ ഷോക്ക് അടിപ്പിക്കുന്ന സാധനം എന്താ? ഈ ഭൂമിയാണ്. കാരണം എന്താ? ഈ ന്യൂട്രലിനെ എർത്ത് ചെയ്തതാണ് പ്രശ്നം. ന്യൂട്രലിനെ എർത്ത് ചെയ്തുകൊണ്ട് നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ കറക്റ്റായിട്ട് കിട്ടി. എർത്ത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ എർത്ത് ചെയ്ത ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ അങ്ങ് റൺ ചെയ്യാം, എങ്ങും ഷോക്ക് അടിക്കത്തില്ല. പക്ഷെ അതായത് അൺഎർത്ത്, എർത്ത് ചെയ്യാത്ത ഒരു സിസ്റ്റം. നമുക്കിവിടെ നോക്കിക്കേ, ഞാനിവിടെ ന്യൂട്രലിനെ എർത്ത് ചെയ്തില്ല. ന്യൂട്രലിനെ എർത്ത് ചെയ്യാതെ ഒരു സപ്ലൈ സിസ്റ്റം ചെയ്യുക. ഇങ്ങനെ വന്നാൽ 2 മരം ഇവിടെ നിൽപ്പുണ്ട്. ആ 2 മരത്തിലെ ആദ്യത്തെ മരം ലൈനിൽ തട്ടിയെന്ന് കരുതുക. ആദ്യത്തെ മരം ലൈനിൽ തട്ടി. ഇവിടെ എർത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ 3 ഫേസ് ഉണ്ട്, RYB, L1, L2, L3, പിന്നെ ന്യൂട്രലും ഉണ്ട്. സപ്പോസ് L1 എന്ന് പറഞ്ഞ ഫേസ് ഈ മരത്തിൽ തട്ടിയെന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൂമിയുടെ സർഫസൊക്കെ കറണ്ട് കടത്തി വിടുന്ന സാധനമാണ്. ആ ഭൂമിയുടെ സർഫസ് മൊത്തം ഏത് വോൾട്ടേജ് ആവും? L1 ആവും. ആ L1 ആകുമ്പോൾ ഈ നിൽക്കുന്ന മനുഷ്യനും കുഴപ്പമില്ല, ആ മനുഷ്യർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ശരീരത്തിൻ്റെ 2 ഭാഗത്ത് 2 വോൾട്ടേജ് വന്നെങ്കിൽ മാത്രമേ ഷോക്ക് അടിക്കത്തുള്ളൂ. അപ്പം നിൽക്കുന്ന ഒരൊറ്റ വോൾട്ടേജില്ല, അതുകൊണ്ട് ഒരു പ്രശ്നവും അവനില്ല. പക്ഷേ ഇനി ഒന്ന് കാറ്റടിച്ചിട്ട് 2ാമത്തെ മരം ഒരു L2-ൽ തട്ടുന്നതായിട്ട് ആലോചിച്ച് നോക്കി. ഇനി എന്താ നടക്കുന്നത്? ഇനി അവിടെ എന്താ നടക്കുന്നത്? നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. തീപിടുത്തം ഉണ്ടാകാം. അതായത് അൺഎർത്തഡായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ഇതേപോലൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ആദ്യം മരം തട്ടുന്നു, അതിനെ നമ്മൾ ആദ്യത്തെ ഫോൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഫസ്റ്റ് ഫോൾട്ട് എന്ന് പറയും. ഫസ്റ്റ് ഫോൾട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2ാമത്തെ ഫോൾട്ട് വരുമ്പോഴത്തേക്കിന് പ്രശ്നവും. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ എർത്ത് ചെയ്യാത്ത സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ശക്തരായ മെയിൻ്റെനൻസ് ടീമും കാണും. അൺഎർത്തഡ് സിസ്റ്റമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അൺഎർത്തഡ് സിസ്റ്റം ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു അബദ്ധം വന്ന് നമ്മുടെ ട്രിപ്പിംഗ് മെക്കാനിസം വർക്ക് ചെയ്താൽ സപ്ലൈ പോവും.
സപ്ലൈ പോകാതിരിക്കാൻ വേണ്ടി ഇതേ സിസ്റ്റമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഒരു ഫോൾട്ട് വന്നാൽ മെയിൻ്റനൻസ് ടീമൊക്കെ വളരെ ജാഗരൂകരാകും. കാരണം ഇനി രണ്ടാമത്തെ ഒരു ഫോൾട്ട് അവിടെ വരരുത്. രണ്ടാമത്തെ ഫോൾട്ട് വരുന്നതിനെ അവർ ശ്രദ്ധിച്ച് അത് ടൈം നീട്ടും. അപ്പോഴത്തേക്കിന് ഓപ്പറേഷൻ കഴിയും. അതാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ അൺഎർത്തഡ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ. ഓപ്പറേഷൻ തിയേറ്ററിലെ ഐസൊലേറ്റഡ് സിസ്റ്റം, പിന്നെ TNS TNCS നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം, നമ്മുടെ വീടുകളിൽ KSEB എർത്തിങ് ടെർമിനൽ തരുന്നുണ്ടോ? ശരിക്കും നിയമത്തിൽ എഴുതിയിട്ടുണ്ട് തരണമെന്ന്. എന്തുകൊണ്ട് തരുന്നില്ല? നമ്മളിവിടെ ഒരു ഇഷ്യൂ നടന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. RCCB എവിടെ വെക്കണം? ഇതിനൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു എർത്തിങ് ടെർമിനൽ തരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ഈ പറഞ്ഞ സിസ്റ്റം നമുക്ക് പ്രായോഗികമല്ല. കാരണം ഭയങ്കരമായിട്ടൊരു മെയിൻ്റനൻസ് ടീം വേണം. എന്താ പറ്റുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സിസ്റ്റം പ്രായോഗികമായിട്ട് ജനറലായിട്ട് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് പോകാൻ പറ്റില്ല. നമുക്കൊരു ഈ ന്യൂട്രൽ എർത്തഡ് ആയിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിൽ പലരും എർത്ത് ചെക്ക് ചെയ്യുന്നത് അതുപോലെ അല്ലേ, ബൾബ് ഫേസിന് ന്യൂട്രലിനും ഇടയ്ക്ക് വെച്ച് കത്തിക്കും. ന്യൂട്രലിന് പോലെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എർത്ത് വെച്ച് കത്തിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എർത്തൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ എന്നേക്കാളും പ്രാക്ടിക്കൽ നോളജ് ഉള്ളവരാണ്. നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണെന്ന് അടുത്ത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ ഇതൊരു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മുടെ റൈറ്റ് സൈഡിൽ ഫേസ്, ലെഫ്റ്റ് സൈഡിലെ ന്യൂട്രൽ, മുകളിൽ എർത്ത് എന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൻ്റെ സൈസ് വലുതായിരിക്കും. വലുതാകുമ്പോൾ അതിൻ്റെ എർത്ത് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അടുത്ത്. അപ്പോൾ ഈ അയൺ ബോക്സിൽ ഇതൊക്കെ എർത്തിങ്ങിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ എർത്ത് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. അടുത്തത് ഇത് എർത്ത്, പൈപ്പ് എർത്താണ്. പിന്നെ അടുത്ത് ഇതൊരു കെട്ടിടം. ഈ കെട്ടിടത്തിലൊരു സപ്പോസ് ഇവിടെ അടുത്തൊരു 8 നില കെട്ടിടം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ വയ്ക്കും, ഒരു മിന്നൽ രക്ഷാ സംവിധാനം വയ്ക്കും. അത് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇവിടെ പിന്നെ ഇടിമിന്നൽ വഴി വരുന്ന ഭയങ്കര ഒരു വോൾട്ടേജിനെ ഇത് പിടിച്ചെടുത്തിട്ട് ഭൂമിയിലേക്ക് കൊടുത്ത് ആ സെക്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. ആ ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ഭൂമിയിലോട്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല. ഇത്രയും വലിയ കറണ്ട് ഭൂമിയിലോട്ട് പോയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കാരണം ഭൂമി ദേവി എന്ന് പറയുന്ന അത്രയും ക്ഷമയുള്ള ആളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭൂമിയെ നമ്മുടെ വൈദ്യുതി സിസ്റ്റത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം വരുന്ന ഫോൾട്ട് കറണ്ട്, ഇത്രയും വലിയ കറണ്ടിനെ അത് താങ്ങുമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വയറിങ്ങിലൊക്കെ എർത്തിനെ യൂട്ടിലൈസ് ചെയ്താൽ വരുന്ന വലിയ കറണ്ടൊക്കെ അങ്ങോട്ട് നമുക്ക് വിടാൻ പറ്റും. അതാണ് എർത്തിൻ്റെ ഉപയോഗം. അടുത്ത് ഇത് ജസ്റ്റ് ആ എർത്തിൻ്റെ സിമ്പലൊക്കെ ഞങ്ങളെന്ന് കാണിച്ചതേ ഉള്ളൂ. അടുത്ത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാമോ, ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, എർത്ത് ഫോൾട്ട്, എർത്ത് ലീക്കേജ്. ഇതിൻ്റെ അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എർത്ത് ഫോൾട്ടും എർത്ത് ലീക്കേജും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊരു മോട്ടർ കണക്ട് ചെയ്തു. മോട്ടർ 5 ആംപിയറിൻ്റെ കപ്പാസിറ്റി ഉള്ളൊരു മോട്ടറാണ്. പക്ഷേ അതിനകത്ത് വൈൻഡിങ് ഒക്കെ ഇച്ചിരി ഷോർട്ടായി പോയി, 5-ന് പകരം 10 ആംപിയറായി. അപ്പോൾ എന്ത് പറ്റും, അത് ഇതിൽ ഏത് ഫോൾട്ടാണത്? 5 ആംപിയറിന് പകരം 10 ആംപിയർ ആകുമ്പം ഓവർലോഡായി, കറണ്ട് കൂടി. അപ്പോൾ ഏതാണ് ഫോൾട്ട്? ഓവർലോഡ് പ്രൊട്ടക്ഷൻ. അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന എന്ത് വെച്ചാൽ, ഒന്നുകിൽ ഫ്യൂസ്, അല്ലെങ്കിൽ MCB, അല്ലെങ്കിൽ MCCB. ഇതൊക്കെ അറിയാമല്ലോ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ. ഇനി രണ്ടാമത്തത് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസും ന്യൂട്രലും തമ്മിൽ ഷോർട്ടാകുന്നു, അല്ലെങ്കിൽ ഫേസും തമ്മിൽ ഷോർട്ടാകുന്നു. അത് വലിയ കറണ്ടാണ്. ഇതുപോലെ 10 ആംപിയർ ഒന്നുമല്ല. അതായത് ഒരു 200 kVA അല്ലെങ്കിൽ 100 kVA ട്രാൻസ്ഫോമർ എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡറി സൈഡിൽ ഫേസ് ഇതെല്ലാം കൂടെ വയറുകളെല്ലാം കൂടെ ഷോർട്ട് ചെയ്യുന്നതായിട്ട് ആലോചിക്കാം. എത്ര കറണ്ട് വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 100 kVA ട്രാൻസ്ഫോമർ എടുത്തിട്ട് അതിൻ്റെ സെക്കൻഡറി സൈഡെല്ലാം കൂടെ ഷോർട്ട് ചെയ്താൽ അതിൻ്റെ 20 മടങ്ങ് കറണ്ട് വരും. 100ൻ്റെ 20 മടങ്ങ് കറണ്ട് വരും. ഇതിനെയാണ് ശരിക്കും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് വലിയ കറണ്ട് വരും. ഈ കറണ്ടിൽ നിന്ന് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? ഇത്രയും വലിയ കറണ്ട് ഈ പറയുന്ന ഫ്യൂസും പ്രൊട്ടക്റ്റ് ചെയ്യും, MCBയും പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ അതിന് പറയുന്ന പേര് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനാണ്. 10A എന്ന് പറയുന്നത് പോലെ ഇതിന് പറയുന്നത് KA എന്ന കിലോ ആംപിയർ. അപ്പോൾ ഈ 2 കാര്യം ഓർക്കുക, ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്. അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യം ഓർക്കുക, 100 kVA ട്രാൻസ്ഫോമർ ഷോർട്ടായാൽ ഉണ്ടാകുന്ന വലിയൊരു കറണ്ട്, അതാണ് ഫോൾട്ട് കറണ്ട്, ഫോൾട്ട് ലെവൽ എന്നൊക്കെ പറയും. ഇവിടെ അടുത്തൊരു സബ്സ്റ്റേഷൻ ഉണ്ടെന്നിരിക്കട്ടെ, അവിടുത്തെ ട്രാൻസ്ഫോമർക്ക് എത്രയാണ്? 5 MVA ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 10 MVA ആണെന്നിരിക്കട്ടെ.
അത് ഷോർട്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കി. അത്രയും വലിയ കറണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും കിലോ ആമ്പിയർ വലിയ കറണ്ട് വരുമ്പോൾ അവിടുത്തെ സിസ്റ്റം മൊത്തം അത്രയും വലിയ കറണ്ട് താങ്ങാൻ കപ്പാസിറ്റി ഉള്ളത് ആയിരിക്കണം. പക്ഷെ ആ കറണ്ട് ഈ ഭൂമിയിലൂടെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ സിറ്റുവേഷൻ മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത രണ്ടെണ്ണത്തിലോട്ട് പോകാം. എർത്ത് ലീക്കേജ് കറണ്ട്, എർത്ത് ഫോൾട്ട് കറണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ വീടുകളിൽ RCCB ഉണ്ട്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അല്ലെങ്കിൽ RCCB എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതൊരു ഫ്രിഡ്ജാണെങ്കിൽ നമ്മൾ തൊടുന്നു, അതിൻ്റെ ഉള്ളിൽ ഇൻസുലേഷൻ പോയിട്ട് അതിൻ്റെ വയറിലൂടെ ലീക്ക് വന്ന് ഇതിൻ്റെ ബോഡി വന്ന് തട്ടിയിരിക്കുക. നമ്മളിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാക്സിമം താങ്ങാൻ പറ്റുന്ന കറണ്ട് 30 മില്ലി ആമ്പിയറേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് കറണ്ട് നമ്മുടെ ഇടത്ത് സൈഡിൽ കൂടെ പോയാൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ അത് സെൻസ് ചെയ്യാനാണ് അവിടെ ഒരു സെക്യൂരിറ്റിയെ ഇരുത്തിയിരിക്കുന്നത്. എവിടെയാണ്? ആ വയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ RCCBയെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 30 മില്ലി ആമ്പിയറാണ്. ഇതാണ് ഈ ചെറിയ കറണ്ടിനാണ് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് എർത്ത് ലീക്കേജ്. അപ്പോൾ എർത്ത് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 3 ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് ഗോയിങ് സൈഡിലുള്ള സെക്കൻഡറി സൈഡ് എല്ലാം കൂടെ ഷോർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു അല്ലേ? അതേ ഒരു സംഭവമാണ്. ഒരു 11 kV കമ്പി, ഇങ്ങനെ പോകുന്ന കമ്പിയിൽ ഒരെണ്ണം പൊട്ടി താഴെ വീഴുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധം വന്നു എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എർത്ത് ഫോൾട്ട് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ മില്ലി ആമ്പിയർ ഒന്നുമല്ല. ഇനി നമ്മൾ ഫ്രിഡ്ജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു ഇൻസുലേഷൻ ഫെയിലൂറാണ്. അതുകൊണ്ടാണ് ഈ 30 മില്ലി ആമ്പിയറിൻ്റെ അടുത്ത് വന്ന് RCCB വർക്ക് ചെയ്തത്. ഇനി അതിൻ്റെ അകത്തുള്ള ഫേസ് നേരിട്ട് ഇതിൻ്റെ ബോഡി തട്ടിന്നിരിക്കട്ടെ, അപ്പോൾ കറണ്ട് 30 മില്ലി ആമ്പിയർ ഒന്നും അല്ല അല്ലേ? അത് നേരിട്ട് വലിയ കറണ്ടാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എർത്ത് ഫോൾട്ട് എന്ന് പറയുന്നത്. അത് മില്ലി ആമ്പിയർ അല്ല, കിലോ ആമ്പിയർ. അപ്പോൾ ഈ രണ്ട് വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എർത്ത് ഫോൾട്ട്, എർത്ത് ലീക്കേജ്. എർത്ത് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഷോർട്ട് സർക്യൂട്ട് വരുന്ന കറണ്ട് തന്നെ വരും. അപ്പോൾ കറക്റ്റായിട്ട് എർത്ത് ഫോൾട്ട് ആണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഏത് വർക്ക് ചെയ്യും? RCCB വർക്ക് ചെയ്യും. പക്ഷേ ഇത് എർത്ത് ഫോൾട്ടാണ്. RCCB ഇല്ലെങ്കിലോ MCB വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ഫ്യൂസ് വർക്ക് ചെയ്യുമോ? എർത്ത് ഫോൾട്ട് വന്നാൽ വർക്ക് ചെയ്യും. RCCB ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഏത് വന്നപ്പോഴാണ്? എർത്ത് ഫോൾട്ട് വന്നപ്പോഴാണ്. അപ്പോൾ എർത്ത് ലീക്കേജ് വന്നപ്പോൾ RCCB വർക്ക് ചെയ്യും. എർത്ത് ഫോൾട്ട് വന്നാലും RCCB വർക്ക് ചെയ്യും. നമ്മളെ KSEB സപ്ലൈയുടെ സ്റ്റാർട്ടിങ്ങിൽ RCCB കൊടുക്കണമെന്ന് നിർബന്ധമായിട്ടും പറയുക. പക്ഷേ നിയമത്തിൽ പറയുന്നുണ്ട് അവിടെ നിങ്ങളൊരു എർത്ത് ടെർമിനലും കൂടെ തരണം. എർത്ത് ടെർമിനലും കൂടെ തന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റം വന്നാൽ നമ്മുടെ അവിടെ ഇരിക്കുന്ന MCB അല്ലെങ്കിൽ കട്ടൗട്ട് ഫ്യൂസ് തന്നെ എർത്ത് ഫോൾട്ടിൽ ട്രിപ്പാവും. അതിനാണ് അവിടെ എർത്ത് ടെർമിനൽ തരേണ്ടത്. അല്ലാതെ അവിടെ കൊണ്ടുവന്ന് RCCB വെക്കാൻ പറഞ്ഞിട്ടില്ല. RCCB വെക്കുന്നത് നമ്മുടെ സർക്യൂട്ടിൽ നമ്മളെ ഡിസൈനർ എവിടെ പ്ലാൻ ചെയ്യുന്നോ അതനുസരിച്ചാണ് RCCB വെക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ എർത്ത് ഫോൾട്ട് വന്നാൽ MCB അല്ലെങ്കിൽ MCCB അല്ലെങ്കിൽ ഫ്യൂസ് തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അവിടെ RCCBയുടെ ആവശ്യമില്ല. നമ്മളെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ RCCB എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി, രണ്ടാമനാണ്. മെയിനായിട്ട് RCCB അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ RCCB ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. പക്ഷേ നിയമങ്ങളിലൊക്കെ വായിച്ചാൽ RCCB രണ്ടാമതാണ് പറയുന്നത്. കാരണം എർത്ത് ഫോൾട്ടാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഷോർട്ടായാൽ എർത്ത് ഫോൾട്ടാണ് ഉണ്ടാകേണ്ടത്. എർത്ത് ഫോൾട്ടിൽ MCB വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഫ്യൂസ് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ 11 kV പൊട്ടി വീണാൽ സപ്ലൈ ട്രിപ്പാവും എന്ന് പറയുന്നുണ്ടല്ലോ KSEBയുടെ. എന്താ ട്രിപ്പാകാത്തത്? കാരണം അവിടെ ഫോൾട്ട് കാരണം ഉണ്ടാകുന്നില്ല. അവിടെ ഇരിക്കുന്ന ഫ്യൂസ്, ട്രാൻസ്ഫോമറിൻ്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ 11 kVയുടെ ഫ്യൂസ് പോകാൻ വേണ്ടി കറണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നില്ല. അതിന് പകരം അവിടെ ഒരു ഗാർഡിങ് കൊടുത്ത്, എർത്തിന് ഗാർഡിങ് കൊടുത്തായിരുന്നെങ്കിലോ ആ ലൈൻ പൊട്ടി വീഴുമ്പോൾ തട്ടുമ്പോൾ ഏത് ഫോൾട്ട് ഉണ്ടാവും? എർത്ത് ഫോൾട്ട് ഉണ്ടാകും, അവരുടെ ഫ്യൂസ് പോകും. ഇങ്ങനെയാണ് ശരിക്കും സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ നിയമങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പറയാൻ കാരണമുണ്ട്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്: എർത്ത് ഫോൾട്ടും എർത്ത് ലീക്കേജും. അടുത്ത ഇത് RCCBയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതിനകത്തൊരു കോയിൽ കാണും, ഫേസ് ന്യൂട്രൽ അങ്ങോട്ട് അതിൻ്റെ അകത്തൂടെ വിടും. അത് തമ്മിൽ ഒരു കറണ്ട് ഡിഫറൻസ് വരുമ്പം അത് വർക്ക് ചെയ്യും RCCB. അത് ഞാൻ നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല.
നമ്മുടെ നാട്ടുകാർ വന്നിരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, നിങ്ങൾ ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു അയൺ ബോക്സിൻ്റെ 3rd പിൻ ഞാൻ എർത്ത് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ എർത്ത് ചെയ്യുന്നത്? RCCB ഇല്ല അവിടെ, ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ RCCB വെച്ചിട്ടില്ല. എർത്ത് ചെയ്യുന്നത് കൊണ്ട് ഈ മനുഷ്യന് എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? അതായത് ഈ എർത്ത് ഉള്ള ആ അയൺ ബോക്സിൻ്റെ ബോഡിയിൽ തൊട്ടു, അപ്പോൾ അവിടെ ചെറിയ കറണ്ട് വന്നിരിക്കുക. 30 മില്ലിയാമ്പിയർ കറണ്ട് അവൻ്റെ ഹൃദയത്തിലൂടെ പോയ ആൾ മരിച്ചു പോകും. അപ്പോൾ അവിടെ തൊടുന്ന സമയത്ത് അവിടെ ഒരു ഫോൾട്ട് ഉണ്ടായി എന്നിരിക്കട്ടെ. ആ ഫോൾട്ട് പോകുന്ന വഴി ഏതൊക്കെയാണ്? എർത്തിലൂടെയും പോവും, അവൻ്റെ ശരീരത്തിലൂടെയും പോവും. അതിൻ്റെ അകത്തെ ഈസിയസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ റെസിസ്റ്റൻസ് ഉണ്ട്, പ്രതിരോധമുണ്ട്. അതിനേക്കാളും എളുപ്പം കറണ്ട് പോകാൻ പറ്റുന്ന വഴിയാണ് മറ്റേത്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഇങ്ങനെ തൊടുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പാരലായിട്ട് വേറൊരു വഴിയുണ്ട്, എർത്തുണ്ട്. അതുകൊണ്ട് എർത്തിലൂടെ കൂടുതൽ കറണ്ട് പോയി അവന് പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം എർത്ത് ചെയ്യണം. ഇനി നമ്മൾ RCCBയുടെ ഉപയോഗം നോക്കാം. അപ്പോൾ ഇതാണ് എർത്തിൻ്റെ ഉപയോഗം. ഇനി RCCB അവിടെ നോക്കി, RCCBയും കൂടെ വെച്ചു. അവൻ്റെ ശരീരത്തിലൂടെ ആ അയൺ ബോക്സ് എർത്ത് ചെയ്തില്ല. നോക്കുക, അയൺ ബോക്സ് എർത്ത് ചെയ്തില്ല. പ്രൊട്ടക്ഷൻ കിട്ടുമോ? അയൺ ബോക്സ് എർത്ത് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ കറണ്ട് പോയി, അത് ഭൂമിയിലൂടെ തിരിച്ച് ഇവിടെ വരുന്നു. അതായത് അവിടുന്ന് ഫേസിൻ ന്യൂട്രൽ എടുത്തു, ആ ഫേസിൻ ന്യൂട്രൽ ഇവിടെ MCB വന്നു, അത് കഴിഞ്ഞ് ഒരു RCCBക്കകത്ത് ഫേസിൻ ന്യൂട്രൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ വന്ന് അയൺ ബോക്സിൽ കയറി അവനവിടെ തൊട്ടപ്പോൾ അതിന് നേരെ താഴെ ഞാൻ വരച്ചിട്ടുണ്ട്. അവനത് തൊട്ടപ്പോൾ ആ ഫോൾട്ട് കറണ്ട് അവൻ്റെ കാലയിലൂടെ തിരിച്ച് ഈ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ ഈ RCCBയിലുള്ള ഫേസിൽ ന്യൂട്രലിലുള്ള കറണ്ടുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി. അങ്ങോട്ട് പോയ കറണ്ട് തിരിച്ചു വരത്തില്ല. അങ്ങോട്ട് 5 ആമ്പിയർ പോയിട്ടുണ്ടെങ്കിൽ 5 ആമ്പിയർ തിരിച്ചു വരില്ല. കാരണം എന്താ? ഒരു കറണ്ട് ഭൂമിയിലൂടെ തിരിച്ചിവിടെ സോഴ്സിൽ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതുകൊണ്ട് ഈ RCCB അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരന് അത് മനസ്സിലാവും. എങ്ങനെ മനസ്സിലായി? അങ്ങോട്ട് പോയ കറണ്ട് തിരിച്ചു വന്നില്ല, ഭൂമിയിലൂടെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ RCCB വർക്ക് ചെയ്യും, ട്രിപ്പാവുകയും ചെയ്യും, അവന് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു തർക്കം വരുന്നുണ്ട്. RCCB വർക്ക് ചെയ്യാൻ വീട്ടിൽ എർത്തിങ് വേണമെന്നുണ്ടോ? തർക്കമുണ്ടോ അതിനകത്ത്? ഇല്ല, നിർബന്ധമില്ല. വീട്ടിൽ എർത്തിൻ്റെ വേറെ ഉദ്ദേശമാണ്, ഇത് വേറെ കാര്യമാണ്. അപ്പോൾ RCCB വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമാണ്. ഏതാ? ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ പ്രോപ്പർ എർത്തഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ RCCB ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വരിക, പുതിയ നല്ലൊരു ടേം പറയാൻ പോവാ, ലൂപ്പ് ഇമ്പിഡൻസ്. നമ്മൾ ഈ എർത്ത് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന പോലെ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് എന്ന് പറയുന്ന ഈ പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യമാണ്, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നിയമങ്ങളിലെല്ലാം അത് വന്നു കഴിഞ്ഞു. എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് എന്താണെന്ന് പറയാൻ പോവാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതുവഴി ഇങ്ങനെ കണക്ട് ചെയ്തു. ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യം പറയാൻ പോവാം. കാരണം ഇത് കഴിഞ്ഞ് ഒരുപാട് സ്ലൈഡിലുള്ള കാര്യം ഞാൻ ഇവിടെ ഒരെണ്ണത്തിൽ പറയാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കുക. ആ അയൺ ബോക്സിൻ്റെ ഫോൾട്ട് കറണ്ട് ഇതിലെ ഭൂമി വഴിയാണ് പോയത്, അല്ലേ? ഭൂമി വഴിയാണ് തിരിച്ചു പോയത്. ഈ ഭൂമിക്ക് ഒരു പ്രതിരോധം ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പോകുന്ന കറണ്ട് ഭൂമിക്ക് പകരം ഇതും അതും തമ്മിൽ നിങ്ങൾ ഡയറക്റ്റ് കണക്ട് ചെയ്തായിരുന്നെങ്കിൽ, മനസ്സിലായി പറഞ്ഞേ? ഈ ഭൂമിക്ക് പകരം ഇതും തമ്മിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? KCB നമുക്ക് എർത്ത് ടെർമിനൽ തന്നിരുന്നു എങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോൾട്ട് ഏത് ഫോൾട്ടായിട്ട് മാറും? ഒരു എർത്ത് ലീക്കേജ് ഉണ്ടാകുമ്പോൾ ആ ഫോൾട്ട് ഏത് ഫോൾട്ടായിട്ട് മാറും? എർത്ത് ഫോൾട്ടായിട്ട് മാറും. പിന്നെ അവിടെ RCCB വേണമെന്നില്ല. ഏത് വർക്ക് ചെയ്യും? ഈ MCB വർക്ക് ചെയ്യും. ഇതാണ് ശരിക്കും നമ്മുടെ ഡെഫിനിഷനിലെല്ലാം പറയുന്നത്. ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷനാണ് പറയുന്നത്. പ്രൈമറി ആയിട്ട് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ആ MCBയാണ്. MCB വെച്ചുവെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അത് വർക്ക് ചെയ്യാതെ വന്നാൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും RCCB വെച്ചിരിക്കുന്നത്. പക്ഷേ സത്യമായിട്ടുള്ള കാര്യം നമുക്കറിയാം, RCCB ആണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. പക്ഷേ RCCB ഇല്ലെങ്കിൽ ഏത് വർക്ക് ചെയ്യണം? MCB വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ഫ്യൂസ് വർക്ക് ചെയ്യണം. എന്താ കണ്ടീഷൻ? KCB നമുക്ക് എർത്ത് ടെർമിനൽ തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നേ, ഇവിടെ ഒരു വഴിയുണ്ടായി. ഈ ഫേസ് അതിലേക്കൂടെ കയറി അടുത്ത പടം ഒന്ന് എടുക്കോ. അതിലേ ഇങ്ങനെ കയറിയിട്ട് RCCB ഞാൻ മാറ്റി അത് ഇവിടെ തമ്മിൽ കണക്ട് ചെയ്തു. അതിനെ നമ്മൾ ആ കണക്ട് ചെയ്തതിനെ KCB നമുക്ക് തരുന്നതിനെ പ്രൊട്ടക്റ്റീവ് എർത്തിങ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് കണക്റ്റഡാണ്. പിന്നെ ആകെയുള്ള എന്താ? നമ്മുടെ സർക്യൂട്ടിലുള്ള വയറിൻ്റെ റെസിസ്റ്റൻസും
അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫോൾട്ട് കറണ്ട്, എർത്ത് ഫോൾട്ട് കറണ്ട്, അത് എത്രമാത്രം വലുതാകാമോ അത്രയും പെട്ടെന്ന് ഈ MCB ട്രിപ്പാവും. മനസ്സിലായല്ലോ? എത്ര വലുതാകാമോ അത്രയും ഷോർട്ട് ടൈം കൊണ്ട് ഈ MCB ട്രിപ്പാവും. അപ്പം അത്രയും വലുതാകുന്നത് ആരാ തീരുമാനിക്കുന്നത്? ഈ വഴി നോക്കിക്കേ, ഈ സോഴ്സിൻ്റെ 6 വന്ന് കണക്ട് ചെയ്ത് ഈ വഴി ഒരു ലൂപ്പ് പോലെയാണ്. ആ ലൂപ്പിന് ഒരു എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. അതിനൊരു ലോഡുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നെഗ്ലിജിബിൾ ആയിരിക്കണം. അത് 0 ആയാൽ അത്രയും നല്ലത്. 0 ആയാൽ അവിടെ കൂടെ പോകുന്ന കറണ്ട് നല്ല കറണ്ടാവും. ആ MCB, അതായത് ഒരു എർത്ത് ഫോൾട്ട് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ MCB ട്രിപ്പാവും. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് വന്നു അല്ലേ? ആ റൗണ്ടിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയും. അടുത്ത പടം ഒന്ന് എടുക്കുമോ? ഇത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. അതാ അവിടെ മുകളിൽ കണ്ടില്ലേ, അവിടെ ഒരു ലൂപ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. ലൂപ്പിൽ ആദ്യം അവിടെ ഞാൻ തമ്മിൽ കണക്ട് ചെയ്യാത്തുള്ള ഒരു ലൂപ്പാണ്. കണക്ട് ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു ലൂപ്പിലൂടെ അവിടെ ഉണ്ടാകുന്ന ഫോൾട്ട് അതിലേക്കൂടെ തിരിഞ്ഞ് ഇവിടെ വരും. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് ഉണ്ടായി. ആ ലൂപ്പിന് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിനൊരു പ്രാധാന്യമുണ്ട്. ആ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായിരിക്കണം. അതിന് AC ആയതുകൊണ്ട് അതിനെ റെസിസ്റ്റൻസ് എന്നല്ല പറയുന്നത്, ഇമ്പിഡൻസ് എന്നാണ് പറയുന്നത്. DCയിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയും, AC ആകുമ്പോൾ അൾട്ടർനേറ്റീവ് കറണ്ട് ആകുമ്പോൾ അതിന് ഇമ്പിഡൻസ് എന്ന് പറയും. ഈ ലൂപ്പിനുള്ള ഇമ്പിഡൻസിനെയാണ് നമ്മൾ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ആ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ഏറ്റവും കുറവായിരിക്കണം. ആ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് നമ്മളൊരു വയറിങ് വീടുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് ഇമ്പിഡൻസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ഏറ്റവും കുറവായിരിക്കുന്ന എപ്പോഴാണ്? അവിടെയല്ല, ഇവിടെയാ. കാരണം എന്താ? ഇവിടെ KCB നമുക്ക് നേരെ ഒരു എർത്ത് ടെർമിനലിലൂടെ തരുന്നു. നമ്മുടെ നിയമത്തിലെല്ലാം പറയുന്നുണ്ട്. തിരിച്ച് പഴയ സ്ലൈഡ് ആക്കാൻ പറ്റുമോ? ബാക്കിലോട്ട് പോകാൻ പറ്റുമോ? ഇതാ മുകളിൽ വായിച്ചു നോക്കിയേ. അവിടെ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സപ്ലയർ ടു പ്രൊവൈഡ് എർത്ത് ടെർമിനൽ. പലയിടത്തും പല സ്റ്റേറ്റിലും കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഊട്ടിയിലൊരു കൺസ്യൂമർ, എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിയെ ഞാൻ വിളിച്ചു പറഞ്ഞു അവർക്ക് എർത്ത് ടെർമിനൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സിസ്റ്റം ഇവിടെ വന്നിട്ടില്ല. KCB അല്ലെങ്കിൽ ലൈസൻസി നമുക്ക് എർത്ത് ടെർമിനൽ തരണം. അങ്ങനെ വരുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഇതുപോലെ വർക്ക് ചെയ്യും. ഇനി ഇതിലെ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഫേസ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് എർത്തിങ് വേണ്ടെന്ന, എർത്ത് ടെർമിനൽ വേണ്ട. നമ്മൾ വല്ലവരും സമ്മതിക്കുമോ? അത് സിംഗിൾ ഫേസ് സപ്ലൈ ആണെങ്കിൽ എർത്ത് ടെർമിനൽ എർത്തിങ് വേണ്ട എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. വെക്കുന്നുണ്ട്, കുഴപ്പമില്ല, പക്ഷെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ 3 ഫേസ് ആണെങ്കിൽ വേണം. അപ്പോൾ ഇവർക്ക് സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും അവർക്ക് എല്ലാവർക്കും ഈ സപ്ലയർ എർത്ത് ടെർമിനൽ കൊടുക്കണമെന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എർത്ത് അടിക്കുന്നുണ്ടെങ്കിൽ ആ എർത്ത് ഈ പറയുന്ന എർത്ത് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുകയും വേണം. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ടൊരു സംശയം ചോദിക്കുക. സോളാർ കണക്ട് ചെയ്തു. ആ സോളാർ മുകളിലെല്ലാം ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എർത്ത് ടെർമിനൽ കൊണ്ടുവന്ന് എവിടെ കണക്ട് ചെയ്യുന്നറിയാവും? ന്യൂട്രലിൽ കണക്ട് ചെയ്തു. ആലോചിക്കുക, ന്യൂട്രലിൽ കണക്ട് ചെയ്തു. എന്ത് സംഭവിക്കും അവിടെ? അവരുടെ മീറ്റർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മീറ്റർ കഴിഞ്ഞുള്ള ഭാഗത്ത് ഒരിക്കലും ന്യൂട്രൽ എർത്ത് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അതിനപ്പുറത്തേ കണക്ട്, ഇപ്പുറത്ത് കണക്ട് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം. സിംഗിൾ ഫേസ് കണക്ഷന് ഈ എർത്ത് വേണമെന്നില്ല. അത് KCB തരുന്ന എർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ഫേസിലാണെങ്കിൽ എർത്ത് ഫിറ്റ് വേണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. പിന്നെ പ്രാക്ടിക്കലി ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞല്ലേ ഈ ലൂപ്പ് ഇമ്പിഡൻസ് മനസ്സിലായല്ലോ? വോൾട്ടേജ് ഈക്വൽ ടു I ഇൻറ്റു ഇമ്പിഡൻസ്. അതിൽ ആ ഇമ്പിഡൻസ് ആണ് എർത്ത് ഫോൾട്ട് ലൂപ്പ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ ആ ലൂപ്പിൻ്റെ വാല്യൂ ഏറ്റവും കുറവായിരിക്കുന്നത് ഈ ഡയറക്റ്റ് ഇവർ എർത്ത് ടെർമിനൽ തരുന്നെങ്കിലാണ്. ഈ എർത്ത് ടെർമിനൽ തരുന്ന ആ സിസ്റ്റത്തെ, KCB എർത്ത് ടെർമിനൽ തരുന്ന ആ സിസ്റ്റത്തെ, അതായത് എർത്ത് സെപ്പറേറ്റാണ്, KCB എർത്ത് സെപ്പറേറ്റ് നമുക്ക് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തെ, ആ എർത്തിങ് കോൺഫിഗറേഷനെ പറയുന്ന പേരാണ് TN. അത് കഴിഞ്ഞെന്താ? സെപ്പറേറ്റ് S. ഇതിനെയാണ് TNS എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? TNS. എന്നാൽ മുകളിൽ അതെന്താന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാമോ? TT എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടിടത്തും എർത്ത് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിൽ സോഴ്സ്, ആദ്യം ഇരിക്കുന്ന സോഴ്സ് അവിടെ എർത്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് എർത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് TNS-ഉം മനസ്സിലായോ പറഞ്ഞേ?
ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് വിട്ടേക്ക്. ഇത് കഴിഞ്ഞ് ഞാനത് പറയുന്നുണ്ട്. ഇതിനെ TNS എന്നും പറയും, അതിനെ TT എന്നും പറയും. ഇനി ഇതിലൊരു ചോദ്യം ചോദിക്കട്ടെ, ഇതിലെതിനാണ് എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് കുറവ്? TTക്കാണോ TNSനാണോ? എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് കുറവ് ഇതിനാണ്, TTക്കാണോ TNSനാണോ? TTക്കല്ല. കാരണം എന്താ, ആ ലൂപ്പ് എടുക്കുമ്പോഴത് ഭൂമിയും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ലൂപ്പ് ഇമ്പിഡൻസ് കുറവല്ല. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്, അതായി ഇനി പറയാൻ പോകുന്നത്. അത് TTയും ഇത് TNSും. ക്ലിയർ ആയല്ലോ? ഞാൻ ചോദിക്കുന്നത്, TT നമ്മുടെ വീടുകളിലെല്ലാം TTയാണ്, TNS അല്ല. കാരണം നമുക്ക് എർത്ത് തരുന്നില്ല. അപ്പോൾ വീടുകളിൽ TT ആയതുകൊണ്ട്, അതായത് എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് കൂടുതലായതുകൊണ്ട് എന്താ പറ്റുക? ലൂപ്പ് ഇമ്പിഡൻസ് കുറവായതുകൊണ്ട് എന്താ വലിയൊരു കാര്യം പറയാൻ വരിക. ശ്രദ്ധിക്കുക, ഞാൻ പറയാം. അതായത് നമുക്ക് വീടുകളിൽ കിട്ടുന്നത് TT ആണ്, TNS അല്ല. ശരിക്കും TNS വേണമെന്നാണ്. പക്ഷെ നമുക്കൊരു HT കൺസ്യൂമറൊക്കെ ആണെങ്കിൽ അവിടെ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ന്യൂട്രൽ എർത്ത് ചെയ്തിട്ട് ആ എർത്ത് എല്ലായിടത്തും റൺ ചെയ്യും. അത് TNS ആണ്. അപ്പം TNSും ഉണ്ട്, TTയും ഉണ്ട്. ഞാൻ ചോദിക്കുന്ന, എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് ഏറ്റവും കുറവ് എവിടെയാണ്? TNSില്ല. അതുകൊണ്ട് TNSൽ ഈ RCD ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? RCD ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? RCD ഇല്ലെങ്കിലും എർത്ത് ലൂപ്പ് ഇമ്പിഡൻസ് കുറവല്ലേ? ഒരു ഫോൾട്ട് വന്നാൽ ഉടനെ അത് എർത്ത് ഫോൾട്ടായിട്ട് മാറും. അപ്പോൾ ഏത് വർക്ക് ചെയ്യും? MCB വർക്ക് ചെയ്യും. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ TNS ആണെങ്കിൽ അവിടെ RCCB കമ്പൽസറി അല്ല. പക്ഷേ വീടുകളിൽ നമുക്കുള്ളത് എന്താണ്? TT ആണ്. അവിടെ RCCB ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം എർത്ത് ഫോൾട്ട് അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ MCB പോകത്തില്ല, ട്രിപ്പ് ആകത്തില്ല, അല്ലെങ്കിൽ ഫ്യൂസ് കട്ടൗട്ട് ഫ്യൂസ് കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് വീടുകളിലെ TT ഉള്ളിടത്ത് RCCB നിർബന്ധമാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലൂപ്പ് ഇമ്പിഡൻസും മനസ്സിലായിട്ടുണ്ട്, TT മനസ്സിലായിട്ടുണ്ട്, TNSും മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇപ്പോൾ സംശയം ചോദിക്കാനുള്ള അവസരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു ആ പറഞ്ഞ കാര്യങ്ങളിൽ. അടുത്ത സ്ലൈഡിലോട്ട് പോകും. ഇനി ഞാൻ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, ടച്ച് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാൻ പോവാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് അതിൻ്റെ മുകളിലൊരു 11 kV ലൈൻ പൊട്ടി വീണു. പിന്നെ അയാൾ അതിൻ്റെ അകത്തിരിക്കുകയാണ്. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അകത്തിരിക്കുന്നത് സേഫാണോ? അയാൾ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും പറ്റുമോ? പുറത്തിറങ്ങുന്ന ആൾ അവിടുന്ന് ദൂരോട്ട് നടന്നു പോകുന്നത് എങ്ങനെയാണ്? വലിയൊരു കാര്യമായി. നമ്മുടെ മക്കളുമാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന് സ്റ്റെപ്പ് പൊട്ടൻഷ്യലും ടച്ച് പൊട്ടൻഷ്യലും. ആ വാക്കിൽ തന്നെയുണ്ടത് ടച്ച് പൊട്ടൻഷ്യൽ. എൻ്റെ ഈ കൈ വെച്ചിട്ട് ഞാനിവിടെ തൊടുന്നത് കൊണ്ട് എനിക്കൊരു